നമ്മൾ എന്തിനു പോവാ? നമ്മൾ പുല്ലുവെട്ടൊക്കെ തുടങ്ങി കേട്ടോ. പുല്ലുവെട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ പുല്ലുവെട്ടി ലെൻസി അവിടെ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഔട്ട് സൈഡിൽ നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഒരു മൗസ്. ഞങ്ങൾ ചെടി നടാൻ വേണ്ടി ഒരു ഇത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെടിച്ചട്ടി. അപ്പോൾ അതിനകത്ത് എപ്പോഴോ ഒരു ചെറിയ ഫീൽഡ് മൈസ് അല്ലേ? അപ്പം നമ്മളത് എടുത്ത് കളയാൻ വേണ്ടി പോവാണേ. ഇന്നലെ എങ്ങാണ്ട് വീണതാണേ, നനഞ്ഞു പോയി. മൊബൈൽ കാണിക്കും. ഒരു ചെറിയ മൈസ് അതിനെടുത്ത് കളയാ. പിന്നെ ഇത് ഭയങ്കരമായിട്ട് പറ്റാൻ. പിന്നെ നമ്മളൊരു കളിക്കുന്ന ഞങ്ങളിത് ചെയിൻസോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായി പുതിയതായിട്ട്. ഞങ്ങൾ ഓരോരോ ടൂൾസുകൾ ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയിൻസോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ജസ്റ്റ് അതിൽ പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടും തടി കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പെട്രോളൊക്കെ ഒഴിച്ചിട്ട് ബാ എടുക്ക്, സോക്കർ ബോൾ എടുക്ക്. ഞങ്ങളിവിടെ പുല്ല് വെട്ടിയിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യും? ടെന്റ് വെക്കും. എടി കുഞ്ഞു, മമ്മി കുഞ്ഞൂസിന്റെ ഹാറ്റ് ഇട്ടേക്കുന്നത്. നമ്മളിവിടെ പുല്ല് വെട്ടിയിട്ട് നമ്മളവിടെ ഒരു ടെന്റ് സെറ്റ് ചെയ്യും കേട്ടോ. ഞാനൊരു ചെറിയ പോപ്പപ്പ് ടെന്റ് വാങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ടെന്റ് സെറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ കിടക്കാം. നൈറ്റിൽ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ സ്ലീപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് നേരം. ഇത് ബാസ്കറ്റ് ബോൾ അടി. ഇത് ബാസ്കറ്റ് ബോൾ അല്ല, ഇത് സോക്കർ ബോളാണ്. തട്ട് ഇങ്ങോട്ട് തട്ട്, ഡാഡി എടുത്തോട്ട്. അങ്ങനെ ഗുഡ് ഗേൾ. ദൈവം പിടിച്ചോ. ഇതാണ് നമ്മൾ വാങ്ങിയ പോപ്പപ്പ് ടെന്റ് കേട്ടോ. അവിടെ അല്ലേ മൊത്തം ഇങ്ങ് വാ, അവിടെ വെക്കുന്നത്. ഇത് ജസ്റ്റ് ഓൺ എന്ന് വെച്ചാൽ അതിന്റെ പാക്കറ്റിൽ നിന്ന് എടുത്താൽ തന്നെ ഇല്ല, നമുക്ക് അവിടെ വെക്കാം. അവിടെ വെച്ചിട്ട് കാണിക്കാം. പാക്കറ്റിൽ നിന്ന് എടുത്താൽ തന്നെ ഇത് പോപ്പപ്പായി വരും. പിന്നെ ജസ്റ്റ് നമ്മുടെ ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളെവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വള്ളി വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഞാനത് ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ലെൻസി ഓൾമോസ്റ്റ് ഇത്രയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടോട്ട് തൽക്കാലം വെക്കാം. ഞങ്ങൾ ആ സൈഡിൽ നിന്നാണ് വിൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാതിൽ ആ സൈഡിലോട്ട് വെക്കരുത്, വാതിൽ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ അതിനകത്തോട്ട് എപ്പോഴും കാറ്റ് കയറും. നല്ലയാ. പിന്നെ ഇവിടെ എയർ വെൻ്റ് ഉണ്ട്. ഇത് വെറും €15 എനിക്ക് കിട്ടിയതാണ്. ഞങ്ങൾക്ക് നല്ല ബ്രാൻഡിൻ്റെ ഒരു ടെൻറ്റ് വാങ്ങണം കേട്ടോ. കുറച്ചുകൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ടൈപ്പ്. അതും ഞാൻ വാങ്ങുന്നെങ്കിൽ പോപ്പപ്പ് ടെൻറ്റേ വാങ്ങത്തുള്ളൂ. അത് പക്ഷേ ക്യാമ്പ് സൈറ്റിലൊക്കെ പോകാനായിട്ടൊക്കെ ഉള്ള പ്ലാനിങ്ങിലേ അങ്ങനെ വാങ്ങത്തുള്ളൂ. ഇത് ജസ്റ്റ് നമ്മുടെ ഇവിടെ നമുക്ക് കുറച്ച് ഫണ്ടിന് വേണ്ടി മാത്രമാണ്. നമുക്ക് നൈറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇരുന്ന് നോക്കാം. ഇന്ന് മഴയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് നൈറ്റിലൊക്കെ ഇവിടെ ഇരുന്ന് നോക്കാം. ഓക്കെ. എല്ലോ ആയി കുഞ്ഞു ഇതിനകത്ത് എന്തോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ടെൻറ്റ് സെറ്റപ്പാണേ. ഞാനൊരു ബ്രീത്തബിൾ മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ അതിനനുസരിച്ച് ഗ്രാസ് ചീത്തയാവത്തുമില്ല. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ടെൻറ്റും കേട്ടോ. കുറച്ച് നേരം നമുക്ക് ഇതിനകത്ത് നൈറ്റിൽ വന്നിരിക്കാനാണേ. ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ കുറച്ച് നേരം സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാറൊക്കെ കണ്ടിങ്ങനെ നൈറ്റിൽ ഇരിക്കാം. ഇന്ന് ഞങ്ങൾ ഫ്രീ അല്ലേ. എന്തുവാ കൊള്ളാം. അത് കുഞ്ഞു സ്റ്റിക്കറാ. അത് ഞാൻ കാണിച്ചു, കുഞ്ഞു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. നമുക്കിനി ഇനി നമുക്ക് ഇത് കൊണ്ടിടണം. നമ്മുടെ എന്തുവാ ബ്ലാങ്കറ്റും
പില്ലോയൊക്കെ. പിന്നെ എന്ത് ചോദിക്കും? ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പുല്ല് വെട്ടി കഴിഞ്ഞു കേട്ടോ. പുല്ല് വെട്ടി കഴിഞ്ഞു, അതുപോലെ ഇവിടെ ടെൻറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 പണി തീർന്നു. ഇനിയിപ്പം നമ്മുടെ അടുത്തൊരു പരിപാടി, നമ്മൾ മറ്റേ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചെയിൻസോ. അപ്പം ഞാൻ ചെയിൻസോ ഓൾറെഡി പെട്രോളും ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് 2-3 തടി കട്ട് ചെയ്യണം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. 2 സ്ട്രോക്ക് എൻജിൻ ഓയിലാണ്. അപ്പോൾ അത് നമ്മൾ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് പെട്രോളുമായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കണം. ഇതുമായിട്ട് മിക്സ് ചെയ്ത് 40:1 എന്നുള്ള രീതിയിൽ ഒഴിക്കണം. ഇതാണ് 2 സ്ട്രോക്ക് എൻജിൻ ഓയിൽ. എല്ലാം ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ചെയിൻസോയുടെ ഓയിലാണ് കേട്ടോ, ചെയിൻസോ ഓയിൽ. അപ്പോൾ അതിനകത്ത് ഇവിടെ 2 സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെട്രോളും അതുപോലെ ഇവിടെ ചെയിൻസോ ഓയിലും ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ലിവർ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഭയങ്കര സൗണ്ടാണ്. അപ്പം മറ്റേ യമഹയുടെ ബൈക്കിൻ്റെ അതുപോലത്തെ എൻജിനായതുകൊണ്ട് അതേപോലത്തെ സൗണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. 2 സ്ട്രോക്ക് എൻജിനായിരുന്നു പഴയ വണ്ടിക്ക്. കുഞ്ഞു, അത് ചീത്ത വെള്ളമാണേ, വായിലൊന്നും വെക്കല്ലേ. ആ, ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കുഞ്ഞുസുടെ വാ, മാറി നിൽക്കണം കുഞ്ഞുസ്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൻ്റെ അടുത്ത് വരരുത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. തന്നെ എടുത്തോണ്ട് കട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന കയ്യൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. എന്ത് ഫാസ്റ്റാ വിഷു. ഭയങ്കര പവർ അല്ലേ. അയ്യോ, അത് വന്ന് അടിക്കരുത്. അങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് ഇട്. കട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് ഇടാന്. ഓ, ഭയങ്കര അടിപൊളിയല്ലേ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പണി തീരും. ഓ, എന്ത് ഫാസ്റ്റ് ആണ് വിഷു സംഭവം. ഓ, പരിപാടി കയറുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടെൻറ്റും സെറ്റ് ചെയ്തു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കുറേ തടി നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പോർഷൻ തടിയും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ കട്ട് ചെയ്തു. അവിടുത്തെ എല്ലാം ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ യൂട്ടിലിറ്റിയിൽ വെച്ചേക്കുവാണ്. യൂട്ടിലിറ്റി അല്ല, ബോയിലർ റൂമിലേക്ക്. പിന്നെ നമ്മൾ സമയം കിട്ടുമ്പോൾ അത് ആറ്റിക്കിലേക്ക് കയറ്റും കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് വിൻ്ററിന് അതെല്ലാം തീ കത്തിക്കാം. കാരണം നമുക്ക് ഹീറ്റ് കിട്ടുമല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇതല്ലേ. കാരണം ഓൾറെഡി അവിടെ നമുക്ക് നല്ല രീതിയിൽ ഫെൻസ് വന്നിട്ടുണ്ട് ചെടിയുടെ. ഇനിയിപ്പോൾ അവിടെ തടിയുടെ ആവശ്യമില്ല. അതുമല്ല, ആ തടി ഓൾമോസ്റ്റ് പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ ചെറിയൊരു മഴച്ചാറ്റലുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ നൈറ്റിൽ മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഔട്ട് സൈഡ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും, നല്ല ഇരുട്ടൊക്കെ ആകുമ്പം ഒരു രസത്തിന്. പിന്നെ നമ്മൾ ഒന്ന് കുറച്ച് നേരമൊക്കെ അകത്ത് കയറി കിടന്ന് നോക്കാം, മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. പിന്നെ നാളെയൊന്നും അധികം മഴ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് അറിയത്തില്ല എങ്ങനെയാണ് സമ്മറിന്. എന്നാലും ഈ ടെൻറ്റും ഈ ഷീറ്റൊക്കെ ഔട്ട് സൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടാലും വലിയ സീനൊന്നുമില്ല. വെയിൽ വരുമ്പോൾ അത് ഉണങ്ങിപ്പൊയ്ക്കോളും. ഈ ടെൻ്റെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുടത്തുണി പോലത്തെ, അംബ്രല്ലയുടെ തുണി പോലത്തെ ഒരു ഇതാണ് മെറ്റീരിയൽ. അപ്പം അത് മഴ പെയ്താലും അതിൻ്റെ അകത്തോട്ട് വീഴത്തില്ല. പിന്നെ വെയിൽ വരുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പൊയ്ക്കോളും. അപ്പം നമുക്ക് ഇങ്ങനെ ഔട്ട് സൈഡ് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആ ചെയിൻസോ സൂപ്പറാണേ. എല്ലാം പെട്ടെന്ന് കട്ട് ചെയ്ത് പരിപാടി തീർക്കാം. പിന്നെ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. എനിക്കിനി ഒരു സേഫ്റ്റി ബൂട്ടും കൂടെ വാങ്ങണം കേട്ടോ. എൻ്റെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് ചീത്തയായിട്ട് ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു. ഇനിയിപ്പം നല്ലൊരു സേഫ്റ്റി ബൂട്ട് കൂടെ വാങ്ങണം. കാരണം ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ചെയ്യുമ്പം, കാരണം അതിൻ്റെ ചെയിൻ ഒന്ന് ജസ്റ്റ് തെറ്റി നമ്മുടെ കാലിൽ വന്ന് കയറിയാൽ നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ സേഫ്റ്റി ബൂട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര സേഫ്റ്റിയാണ് നമുക്ക്. അപ്പം നമ്മുടെ കാലൊന്നും കട്ടായി പോകത്തില്ല. ഇവിടെ കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത തടിയെല്ലാം നമ്മൾ ഇതിനകത്ത് ചെറിയ പാക്കറ്റുകളാക്കി ഇതിനകത്താക്കി കേട്ടോ. കാരണം എല്ലാം ഉണങ്ങിക്കിടന്ന തടിയായിരുന്നു. നമ്മൾ ചെറിയ മഴയ്ക്ക് മുന്നേ തന്നെ കട്ട് ചെയ്തെല്ലാം പാക്കറ്റിലാക്കി. ഇനിയിപ്പോൾ നമുക്കിത് കത്തിക്കാം. നമുക്കിനി ആറ്റിക്ക് കയറ്റണം. ആറ്റിക്ക് കയറ്റി അവിടെ വെച്ചിരുന്ന ആവശ്യത്തിനടുത്ത് നമുക്ക് വിൻ്ററിന് കത്തിക്കാം കേട്ടോ.
കണ്ടോ എല്ലാം നമ്മൾ അടുക്കി വെച്ചേക്കും. നമുക്ക് ഇങ്ങനെ ഒരു ബോയിലർ റൂം ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കയറ്റാം. പുല്ല് വെട്ടുന്ന മെഷീനും എല്ലാം നല്ല വൃത്തിക്ക് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഈ തടികളും ഇതൊക്കെ അങ്ങ് മാറുമ്പോഴത്തേക്കും ഓക്കെ ആവും കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നിവിടെ മഴയില്ലായിരുന്നല്ലോ. ഒരു ചെറിയൊരു 2 മിനിറ്റിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ചാറ്റൽ മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് മഴ തീർന്നു കേട്ടോ. അപ്പം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ കുറച്ച് ആപ്പിളും പിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയൊക്കെ. അതൊക്കെ അത്യാവശ്യം വളർന്നു. പക്ഷേ അത് ഇപ്രാവശ്യം ആപ്പിളിൻ്റെ പൂത്തായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ കായോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. പിന്നെ രണ്ടാമത് അവിടെ കുറച്ച് ചെടിച്ചട്ടി എനിക്ക് വെറുതെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ക്യാരറ്റ്, പൊട്ടറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോവും ചെടിച്ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട്. നമ്മൾ തറയിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സീനില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഭയങ്കര ചൂടുള്ള ദിവസം ഒന്ന് നനച്ച് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം ഞങ്ങൾക്കിവിടെ പൈപ്പുണ്ട് കേട്ടോ. അങ്ങ് ഇങ്ങനെ ഞാൻ മറ്റേ ഇത് വാങ്ങിയിട്ട് അതിനകത്ത് പൈപ്പ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഇതിനകത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഭിത്തിയിൽ ഞാൻ ഡ്രില്ല് ചെയ്ത് വെച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടിയത്. അപ്പം വീണ്ടും ഈ സാധനം മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം ഇളക്കണം. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ ചുറ്റി ഈ സൈഡിലോട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. ചിലർ വീട്ടിൽ തന്നെ വീട്ടിൻ്റെ ഭിത്തിയിൽ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. രണ്ടും ഓക്കെയാണ്. എനിക്കിങ്ങനെ വെക്കുന്നത് കുറച്ചുകൂടെ ഇത് തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങ് വരെ ഞങ്ങൾക്ക് ഇത് പൈപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന് ചുറ്റും വരെ നമുക്ക് നനയ്ക്കാൻ പറ്റും, അത്രയും നീളമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം തുറന്നു വിടാം കേട്ടോ. ഇതിവിടെ വന്നപ്പോഴേ എനിക്ക് കിട്ടിയിരുന്ന പൈപ്പാണ്, ഞങ്ങളായിട്ട് വാങ്ങിയതല്ല. ഓൾറെഡി ഉണ്ടായിരുന്ന പൈപ്പാണ്, അവർ തന്നെ പണ്ട് പോലെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ ലീക്കൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ മാറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് ചെടികൾ എന്തായാലും നനച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പം നല്ല ചൂടായിരുന്നു, നല്ല ഹീറ്റ് ഉണ്ടായിരുന്നു. 27 ഡിഗ്രിയൊക്കെയാണ്. അപ്പം നമ്മളെന്തായാലും ഒന്ന് നനച്ചു കൊടുക്കാം. ഇത് ബീട്രൂട്ടാണ്. ഇത് നമുക്കിവിടെ അധികം കിട്ടത്തൊന്നുമില്ല, കാരണം ഒത്തിരി ഈ സ്നെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതെല്ലാം പോകാനായിട്ടുള്ള സ്നെയിലൊക്കെ പോകാനായിട്ടുള്ള മരുന്നൊക്കെ ഒഴിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിനൊന്നും മെനക്കെടത്തില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഒത്തിരി വെജിറ്റബിളൊന്നും വളർത്തി അതിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്. പിന്നെ വെറുതെ ചട്ടി കിടന്നപ്പോഴത്തേക്കും വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ അതിൻ്റെ അരികൾക്കൊക്കെ. അപ്പം വെറുതെ ഞാൻ അതിൻ്റെ വിത്ത് വാങ്ങി ഇതിനകത്ത് ഇട്ടതാണ്. കിളിക്കുമെന്ന് പോലും വിചാരിച്ചതല്ല. അപ്പോൾ എന്തായാലും കിളിച്ചു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, ഒരു ക്യൂരിയോസിറ്റി. പിന്നെ ഇപ്പോൾ ക്യാരറ്റ് തന്നെ വളർന്നു വന്നാലും നമുക്കിതിനകത്ത് ഒച്ചും ഇങ്ങനെ പ്രാണികളൊക്കെ വരുന്നതുകൊണ്ട് തിന്നാൻ നമുക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് നമ്മൾ സാലഡ്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പിച്ച് കഴിക്കത്തില്ല. പക്ഷേ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ ഇഷ്ടം പോലെ, അതും തുച്ഛമായ റേറ്റിന് 90 സെൻറ്റും 60 സെൻറ്റിനൊക്കെ കിട്ടും. അതുമല്ല അത് കൺട്രോൾഡ് ഫാമിംഗ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് അധികം പെസ്റ്റുകൾ ഈ ബഗ്ഗുകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നമ്മളിങ്ങനെ പുറത്ത് വെക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ കയറും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്രീൻ ഹൗസൊക്കെ അടിച്ച് നമ്മൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളർത്തണം. അപ്പോൾ അതുകൊണ്ട് ഒരു മടി. കുഞ്ഞൂസാണെങ്കിൽ ഇതൊന്നും കണ്ടാൽ കഴിക്കത്തില്ല. കണ്ട ഇവിടെ സ്ട്രോബെറി വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഉണ്ടോ, അതിനകത്ത് സ്ട്രോബെറി എല്ലാം എന്തോ വന്ന് തിന്നിട്ട് അതിൻ്റെ സ്ട്രോബെറി പോകുന്നുണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നനച്ചിട്ട് ഞാൻ വീട്ടിനകത്തോട്ടൊന്ന് എടുത്ത് വെച്ച് നോക്കാം. കാരണം ഒരു സ്ട്രോബെറി എങ്കിലും വൃത്തിയായിട്ട് കിളിച്ച് വരട്ടെ എന്നുള്ള രീതിയിൽ അകത്തെടുത്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ പൊട്ടറ്റോ വെറുതെ ഇട്ടത്. പൊട്ടറ്റോയ്ക്കൊക്കെ ഒരു ഗുണം എന്ന് വെച്ചാൽ പൊട്ടറ്റോ ഒക്കെ മണ്ണിനടിയിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ബഗ്ഗുകളും കാര്യങ്ങളൊന്നും തിന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബീട്രൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ, ഈ 3 സാധനങ്ങളിൽ ആ പൊട്ടറ്റോ മണ്ണിനടിയിലോട്ടുള്ള സാധനങ്ങൾ തിന്നുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ട് ഇവിടെയൊക്കെ ഓരോന്നൊക്കെ എന്തൊക്കെയോ തിന്നിട്ടുണ്ട്. എനിക്കൊന്ന് പുഴുക്കളോ അല്ലെങ്കിൽ ഇതുപോലെ സ്നെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ കുളിക്കാൻ പോയപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഔട്ട്സൈഡ് ടെൻറ്റിലിരിക്കുന്ന പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. വേറെ ദിവസം നമ്മൾ നോക്കും. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോവുക കേട്ടോ. നമ്മൾ കഴിച്ച്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.